ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എയർ ഫിൽറ്റർ മാറ്റണം, അതേപോലെ തന്നെ സിലിണ്ടർ കിറ്റ് മാറ്റാനാണ്, റീപ്ലേസ് ചെയ്യണം. കാരണം വണ്ടിക്ക് പുകയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിലിണ്ടർ കിറ്റ് മാറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. മിസ്സിങ് കംപ്ലൈൻ്റ് ഉണ്ട്. ബ്രേക്ക് ചെക്കപ്പ്, ബാക്കിലത്തെ ബ്രേക്ക് ചെക്ക് ചെയ്യണം. സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിൽ ബൾബ് തെളിയണില്ല, അപ്പോൾ അതൊന്ന് മാറ്റിയിടേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഓയിൽ മാറ്റണം, ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനുണ്ട്, മൈലേജ് ചെക്കപ്പ്, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ്. അതിനകത്ത് നമുക്ക് മിസ്സിങ്ങിൻ്റെയും മൈലേജിൻ്റെയും മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ കാർബേറ്റർ അസംബ്ലിയാണ് കേട്ടോ. ഈ കാർബേറ്ററാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലമായിട്ട് വരുന്നത്. വണ്ടി നമ്മൾ ചോക്കിലാണ് വണ്ടി ഓടുള്ളൂ, സാധാരണ രീതിയിൽ വണ്ടി റൺ ചെയ്യാൻ പറ്റുന്നില്ല. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ആ ഒരു അവസ്ഥയിലാണ്. ഇതിനകത്ത് നമുക്ക് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തൊന്ന് റീസെറ്റ് ചെയ്യാം. അതിൻ്റെ സ്ലോ ജെറ്റ് ബ്ലോക്ക് ഉണ്ട്, അതൊന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. അപ്പോൾ ഒരു പരിധി വരെ നമുക്കത് റെഡിയായി കിട്ടാറുണ്ട്. ഇനി നിലവിൽ ഓവർഫ്ലോ പെട്രോൾ ഈ താഴത്തെ പൈപ്പ് വഴി ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് പോവാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 90% നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓവർഫ്ലോ കംപ്ലീറ്റ് വന്നാൽ പിന്നെ കാർബറേറ്ററും ഒന്നും ചെയ്യാൻ പറ്റില്ല, അഴിച്ച് മാറ്റി പുതിയത് വയ്ക്കാനാണ് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. കാർബറേറ്ററിൻ്റെ കേസ് ഞാനൊരു ഗ്യാരണ്ടി നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇത് മാത്രമല്ല, ഇപ്പോൾ ഒരു പുതിയ കാർബറേറ്റർ നമ്മൾ മേടിച്ച് വെച്ചാലും ഒരു കമ്പനിക്കാരും വാറണ്ടി പറയുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കോമൺ ആയിട്ട് കംപ്ലൈൻ്റ് ആണ്, ഒട്ടുമിക്ക വണ്ടിയുടെയും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വന്ന മിസ്റ്റേക്കാണ്. ഇപ്പോൾ നിലവിൽ കാർബറേറ്ററിൻ്റെ കേസിൽ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല, ബാക്കിയത്തെ വർക്ക് നമ്മൾ ചെയ്യുന്നത് ഗ്യാരണ്ടി തന്നെ നമ്മൾ ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ കേസ് മാത്രമേ നമുക്കൊരു കൺഫേം പറയാത്തൊരു കണ്ടീഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പരമാവധി 90% നമുക്ക് ഇത് തന്നെ റെഡിയാക്കി എടുക്കാം. ബൈ ചാൻസ് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. മിസ്സിങ്ങിൻ്റെ കേസൊക്കെ നമുക്ക് റെഡിയാക്കാം എങ്ങനെയും കേട്ടോ. ഈ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വന്നാൽ പിന്നെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. പിന്നെ മൈലേജും അത് തന്നെയാണ് അതിൻ്റെ കാരണക്കാരൻ മെയിനായിട്ട്. പിന്നെ അത് പറഞ്ഞേക്കണവർക്ക് ബ്രേക്ക് ചെക്കപ്പാണ് പറഞ്ഞാണ്. ബാക്കിലത്തെ ബ്രേക്ക് അഡ്ജസ്റ്റിങ് മാക്സിമത്തിലാണ്, ബ്രേക്ക് ലൈൻഡർ അഴിച്ച് മാറ്റിയിടേണ്ടി വരും. ഞാനിപ്പോൾ അത് ഇപ്പോൾ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം നമുക്ക് കുറച്ച് ലെയ്ത്ത് വർക്ക് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയക്കണം, അതിന് വേണ്ടിയിട്ട് കയറ്റ് ചെയ്യാനാണ്. അത് എഞ്ചിൻ്റെ ഭാഗം സെറ്റ് ചെയ്യുന്ന സമയത്താണ് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഒരു എസ്റ്റിമേറ്റ്, ഏകദേശം ഒരു ധാരണയിൽ വേണമല്ലോ വർക്ക് പോകാനായിട്ട്, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ റിപ്പോർട്ടൊന്ന് ഉൾപ്പെടുത്തണമെന്നുള്ളൂ. ബാക്ക് ബ്രേക്സ് നമുക്ക് മാറ്റേണ്ടി വരും. പിന്നെ എഞ്ചിൻ ഓയിൽ മാറണം, ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കവർ അഴിക്കണം, അതിൻ്റെ ഉള്ളിലാണ് ഫിൽറ്റർ വരാം. ഓയിൽ ഫിൽറ്ററും റോട്ടർ ഫിൽറ്ററും തന്നെ അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അത് രണ്ടും ക്ലീൻ ചെയ്യാനായിട്ട് അഴിക്കാം. സെറ്റ് ചെയ്യണേക്കാളും ഓയിൽ ചോർത്തിയിട്ട് നമ്മളതും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് എസ്റ്റിമേറ്റിൽ ഞാനത് ഉൾപ്പെടുത്തിയേക്കാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ മാറ്റേഴ്സ് പറഞ്ഞിട്ട് എയർ ഫിൽറ്റർ ബ്ലോക്കാണ്, നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും നമ്മൾ മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിൽ ബൾബ് പോയിട്ടുണ്ട്, അത് നമുക്ക് റെഡിയാക്കാം. പിന്നെ പറഞ്ഞിരിക്കുന്ന മൈലേജും ഇത് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ആയിക്കോളും. നമുക്കതനുസരിച്ചിട്ട് നോക്കാം. ഇനി മൈലേജ് ഷോട്ടും ഓവർഫ്ലോ ആണ് മെയിനായിട്ട് നമുക്ക് കാർബറേറ്ററിന് വന്ന ഒരു മെയിൻ പ്രോബ്ലം. ആ ജെറ്റുകളൊക്കെ ഒന്ന് ക്ലിയർ ആയി കഴിയുമ്പോൾ ഒരു പരിധി വരെ ആയിക്കോളും കേട്ടോ. പിന്നെ ചെയിനൊക്കെ മാക്സിമം വലിച്ച് ഏകദേശം ആയിട്ടുണ്ട്, തീരാറായൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ ചെയിൻ്റേതായിട്ടുള്ള ചെറിയ പ്രോബ്ലം ഉണ്ട്. പരമാവധി വലിച്ചിടാം, ഒരു രക്ഷയിലേക്ക് മാത്രം മാറ്റിയിട്ടാൽ മതി. തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ പ്രതീക്ഷിക്കാവുന്ന ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, 100% പെർഫെക്റ്റ് ആയിരിക്കില്ല, ഏകദേശം കണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. ലെയ്ത്ത് വർക്ക് വന്ന കേസ്, ഇതൊന്ന് സിലിണ്ടർ നമ്മൾ ഒരു പ്രാവശ്യം ബോർ ചെയ്തിട്ടാണ്. അപ്പോൾ സിലിണ്ടറിപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, സിലിണ്ടർ കിറ്റ് മാറ്റി പുതിയതിടണം. കാരണം ഇത്രയും ഫേസിലേക്ക് ഇത്രയും ഓയിൽ കയറി വരുന്നുണ്ട്. അപ്പോൾ സിലിണ്ടർ എന്തെങ്കിലും മാറ്റി, സിലിണ്ടർ പിസ്റ്റണടക്കം കിറ്റ് മാറ്റി നമുക്ക് പുതിയതിടണം. പിന്നെയെന്ന് പറഞ്ഞാൽ ലെയ്ത്ത് വർക്ക് വന്നാൽ നമുക്ക് ഈ ഹെഡിൻ്റെ ഭാഗമാണ്. ഹെഡ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 2 വാൽവ് മാറ്റണം, അതിൻ്റെ ഉള്ളിൽ 2 വാൽവ് മാറ്റണം. അതിൻ്റെ വാൽവ് ഗൈഡ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഗൈഡും മാറ്റി നമ്മൾ റീസെറ്റ് ആക്കി എടുക്കണം. അത് നമുക്ക് ലെയ്ത്തി ചെയ്യണ പണിയാണ്. അതേപോലെ തന്നെ ഈ ക്യാം ഷാഫ്റ്റാണത്. ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ തന്നെ വീലുകളുണ്ടല്ലോ, ബെയറിങ്ങുകൾ. ആ ബെയറിങ് 2 നമ്മൾ കൂട്ടത്തിൽ കൂടെ ലെയ്ത്തി കൂടെ തന്നെ മാറ്റി സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ചെറിയൊരു പ്ലേ ഒരു സൈഡ് കാണിച്ചിട്ടുണ്ട്, അപ്പോൾ മാറ്റുമ്പോൾ 2 കൂടി അങ്ങോട്ട് മാറ്റി റീസെറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ആ 2 വർക്കാണ് നമുക്ക് ലെയ്ത്തിൽ തന്നെ. ബാക്കിയത്തെ സിലിണ്ടർ കിറ്റൊക്കെ മാറ്റി പുതിയതാണ് ഉടനെ. അപ്പോൾ അതിൻ്റെ ഏകദേശം എസ്റ്റിമേറ്റ് ഞാൻ ഇട്ടേക്കാം. പിന്നെ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഒരു എസ്റ്റിമേറ്റ് പുറമേ നിന്ന് ചെയ്യണം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടുള്ളൂ. ഏകദേശം നമുക്ക് തിങ്കളാഴ്ച തരാമെന്നാണ് പറഞ്ഞത്. എന്തായാലും തിങ്കളാഴ്ച തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഇത് ലെയ്ത്തിലേക്ക് ഇപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് നമ്മുടെ വണ്ടി വർക്കിന് കയറിയേക്കണേ. അപ്പോൾ ഇന്ന് ലെയ്ത്തിലേക്ക് പോയാലും തിങ്കളാഴ്ചയാണ് ഐറ്റം കിട്ടുള്ളൂ. അപ്പോൾ പരമാവധി ചൊവ്വാഴ്ച തരാൻ ശ്രമിക്കാം, വിട്ടുപോയാൽ ബുധനാഴ്ച. അപ്പോൾ ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്തോണം കേട്ടോ. ഏകദേശം ആ ഒരു സമയം നമുക്ക് തരണം, എന്നാൽ മാത്രമേ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. എസ്റ്റിമേറ്റ് വീഡിയോസ് ഒക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.